പൗഡറിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ ഒരു 2 വീലർ പോയപ്പോലും ഈ പൊടി പാറി പറന്ന്. പരാതി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം ജഡന്തര് ഡെയിലി വെള്ളം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. വെള്ളം അടിക്കണ്ടേ? മെഷേഴ്സ് സ്വീകരിക്കാമല്ലോ, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. അലർജിയൊക്കെ ഉള്ളതാണ്, അപ്പോൾ പൊടി അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമസ്കാരം. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ്. കുറേ പേര് വിളിച്ചായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഈ പൊടി ശല്യം കാരണം ആൾക്കാർക്ക് എന്താ പറയുക, ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതിനുള്ളൊരു വികസനത്തിന് നമ്മൾ എതിരൊന്നുമല്ല, പക്ഷേ വികസനം നടക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ആരോഗ്യം കൊണ്ട് ശ്രദ്ധിക്കണം അല്ലേ? മാസ്ക് വെച്ച് കിടക്കുന്നല്ലേ? എല്ലാവരും മാസ്ക് വെച്ചാണ്. ദിവസവും ജലദോഷമാണ്, ആശുപത്രിയിലാണ്. അതിഭയങ്കരമായ പൊടിയാണ്. പൊടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ കുറച്ചപ്പുറം വരെ വെള്ളം ഒഴിച്ചിട്ട് അവർ പോകുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൊടി ഉള്ളത്. എന്ന് പറയുന്നത് ശരിക്കും ഈ പൗഡറിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ ഒരു 2 വീലർ പോയപ്പോലും ഈ പൊടി പാറി പറന്ന് വീട്ടിനകം മൊത്തമാകും. അതാണ് അവസ്ഥ. വളരെ ബുദ്ധിമുട്ടാണ്. ചേട്ടാ, ശരിയാണോ ഈ പറഞ്ഞത്? ശരിയാണോ? വളരെ സത്യം. വേണ്ടേ, ചെടികളെ ഇലയൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഇത്രയും പൊടി നമ്മളെ മനുഷ്യന്മാരെ വിളിച്ച് കയറ്റിയല്ലേ? ലങ്സ് പോക്ക്, ലങ്സ് എല്ലാം പോകല്ലേ? പിന്നെ തുടർന്ന് ഇന്നർ ഓർഗൻസ് ഒക്കെ ഫെയിലിയർ ആവും. വർക്ക് ഇന്റേണൽ ഓർഗൻസ് എല്ലാം, പിന്നെ ശ്വാസകോശമായ പൊടിയാൽ ഞാനത് പറയാം. കള്ളത്രല്ല ഈ സംഭവം കണ്ടോ? ചെടിയുടെ ഇലയൊക്കെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതൊന്നും കളിക്കാറില്ല. അപ്പുറത്ത് കുറച്ചപ്പുറം വരെ കുറച്ച് 2 പ്രാവശ്യം വന്ന് അതിന് വേണ്ടി കളിച്ചങ്ങ് പോകും. ഇവിടെ ഈ ഭാഗത്തൊന്നും വെള്ളം ഒഴിക്കാൻ. നമ്മളെ മനുഷ്യരുടെ ആരോഗ്യം കൂടെ മുൻനിർത്തി വേണം ഓരോ പ്രവർത്തനങ്ങളും കൂടെ ചെയ്യാനേ. കുറ്റം പറയുന്നതല്ല. അല്ല, വികസനം നമ്മൾ പക്ഷെ വികസനം വേണം. അതും കൂടെ നോക്കണ്ടേ? മനുഷ്യന്റെ ആരോഗ്യം നോക്കണ്ടേ? അല്ല, ഇത്തരം ഹെൽത്ത് മെഷേഴ്സ് സ്വീകരിക്കാമല്ലോ, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. അതിന് വലിയ ഒരു കോടിക്കണക്കിന് രൂപയുടെ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. ഈ വെള്ളം നിറച്ചാൽ ഇപ്പോഴും വരൂ. വെള്ളം രാവിലെ വൈകുന്നേരം 2 പ്രാവശ്യമെങ്കിലും തെളിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അളവ് കുറയും. പൊടി വരെ കുറച്ച് വ്യത്യാസം വരുമല്ലേ? കുറച്ച് വ്യത്യാസം വരും. വെള്ളം ചെടികളുടെ അവസ്ഥ തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിന്റെ അവസ്ഥ നമ്മൾ പറയുന്നത് കള്ളമാണെങ്കിലും അത് സത്യം പറയുമല്ലോ. മൊത്തം പൊടി അടിച്ച് ആയിരിക്കുക. ഇതെല്ലാം നാട്ടുകാർ വലിച്ച് മൂക്കിലേക്ക് കയറ്റുകയാണ്. ഇവിടെ ഒരുപാട് പേർക്ക് ശ്വാസകോശ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒരു വികസനം തടയുക നമ്മൾ പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉപയോഗമുള്ള മീൻസ് അവരെ ശ്വാസകോശം കൂടെ സംരക്ഷിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്. അവിടെ എൻ്റെ വീട്ടിലെ അവസ്ഥ എവിടെ? എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. ആണോ? ഇപ്പം എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഇല്ലെങ്കിൽ ഇങ്ങനെ എത്ര കാലം ഇതേപോലെ പൊടി വലിച്ചു കയറ്റും? വികസനത്തിന് നമ്മൾ ആരും എതിരില്ല, വികസനം വേണം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതോടുകൂടെ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം കൂടെ നോക്കേണ്ടതല്ല. കാരണം ഇത്രയും പൊടി ഒരു വീട്ടിൽ ആ ഒരു ചെടി ഇത്രയും പൊടിയാണെങ്കിൽ അവർ ഉള്ളിൽ ഇത്ര പൊടി കയറി കാണും. പരാതി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഒരു പരിഹാരം വേണ്ടോ? ഇതിൻ്റെ വെള്ളം തിളക്കി എന്തെങ്കിലും വേണ്ടത്? അവര് ജസ്റ്റ് റോഡിൽ മാത്രം തളിച്ച് പോയാ ചെയ്യുന്നത്. വേറെ ഈ കാറ്റ് വരുമ്പോൾ പറന്ന് എല്ലാം ഭസ്മമായുള്ള പൊടിയാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പം പരിഹാരം പറയുമ്പോ എന്താ? ചേട്ടനൊക്കെ ഒരുപാട് സഹിക്കുന്നില്ലേ ഇവിടെ? വേണ്ട, വയ്യ, പൊടി ശ്വസിച്ച് മൊത്തം വയ്യ. ഇത് ഏകദേശം 500 മീറ്ററോളം പൊടി പറന്ന് കിടന്നുണ്ടല്ലോ. ഇപ്പം ജഡന്തര് ഡെയിലി വെള്ളം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. വെള്ളം അടിക്കണ്ടേ? അത്രയും കാരണമുണ്ട്. പിന്നെ ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഒരു പരിഹാരം എന്തിനും അവര് നോക്കണം. പരിഹാരം അവരെ കൊണ്ടേ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് പേർക്ക് വിഷയമാവല്ലേ? വിഷയത്തിന്റെ വിഷയം ഈ ചൂട് സമയത്ത് അവർക്കും ശ്വാസം മുട്ടാണെന്ന് പറയുന്നത്. ഇല്ല, എല്ലാവർക്കും ഉണ്ട്, മൊത്തം ആൾക്കാർക്കും ഉണ്ട്. മൊത്തം മണ്ടയിൽ പോവുകയല്ലേ ഇത്. പൊടി നല്ല പൊടിയുണ്ട്, അലർജിയൊക്കെ ഉള്ളതാണ്, അപ്പോൾ പൊടി അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പൊടി വിഷയമാണ്. അലർജി, തുമ്മല്, നൈസായിട്ടുള്ള സാധനമാണ്. ചെടിയിലേക്കെല്ലാം മാറി, എന്താ പച്ച മാറി, ഇപ്പൊ ഒരു പച്ച മണ്ണ് പോലെ ആയിപ്പോയി. അപ്പൊ അത്രയും സാധനം നമ്മൾ വലിച്ചു കയറ്റിയല്ലേ? നമുക്കെല്ലാം അലർജി പ്രശ്നങ്ങളാണ്. അയ്യോ, പൊടി വിഷയം. എനിക്ക് ശ്വാസം മുട്ട്, ആൾക്കാർ ആഹാരം പോലും കഴിക്കാൻ വരണില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പൊടിഞ്ഞ് കയറി വരണം. ആദ്യമൊക്കെ അവർ വെള്ളം ഒഴിക്കുമായിരുന്നു, ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ എത്രയും നാൾ കൊണ്ട് വരണില്ല. പൊടി ഭയങ്കര പൊടി, മേശപ്പുറത്തൊക്കെ പൊടിയാണ്. ആഹാരമൊന്നും കഴിക്കാൻ ആളുകൾ വരില്ല. എന്ന് വെച്ചാൽ എത്ര പൊടി. വെള്ളം തളിക്കുമ്പോൾ അപ്പോഴത്തേക്കുള്ള ഒരു ഇത് വരും. എന്നിട്ട് അങ്ങോട്ടൊക്കെ അടിക്കുള്ളൂ, ഇങ്ങോട്ട് വരില്ല. ഇപ്പം
അപ്പം അത്രയും പൊടിയായി അത്രയും പൊടിയായി ആൾക്കാരും വരണില്ല. വരുന്നില്ല. എനിക്ക് തന്നെ ശ്വാസം മുട്ട് പൊടിയടിച്ച്. ഇതാണ് അവസ്ഥ. കാരണം ഇത് കൊല്ലമ്പുഴയാണ്. കൊല്ലമ്പുഴ ദേശീയപാത നിർമ്മാണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഈ വികസനത്തിനൊന്നും നമ്മൾ എതിരൊന്നുമല്ല. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി പരിഹരിക്കേണ്ടത് എല്ലാ ഉദ്യോഗസ്ഥരുടെയും സംവിധാനങ്ങളുടെയും അവർ ചെയ്യണം. അല്ലെങ്കിൽ ഇത്രയും പരാതികൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ പറയുന്ന നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1-2 ആൾക്കാരോട് സംസാരിച്ചിട്ടുള്ളൂ. 100 പേർക്ക് ഈ വിഷയമുണ്ട്. അത് എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഓരോ ചെടികളിലും കാണാം ഈ പൊടികളുടെ അംശം. ഇതെല്ലാം ഒരു 100 വീടുണ്ട്. ആ വീടുകളിലൊക്കെ പൊടി അടിച്ച് കയറുകയാണ്. നമുക്കിതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. വികസനത്തിൽ നിന്നും നമ്മൾ എതിരൊന്നുമല്ല. പക്ഷേ എന്തെങ്കിലും വെള്ളം തിളച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ ഒന്ന് ഇവരുടെ കാര്യങ്ങൾ കൂടി ഒന്ന് സർക്കാർ മനസ്സിലാക്കണമെന്നാണ് നമ്മളെ അഭ്യർത്ഥന. കാരണം അത്രയും വിഷയമുണ്ട്. കാരണം ഇവിടെയുള്ള വീട്ടുകാരൊക്കെ മാസ്ക് വെച്ചിട്ട് നടക്കുന്നത്. ഇസ്മേസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്ത് മയറാർ സൈനിങ്.